നമസ്കാരം. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നൈജീരിയക്കാരൻ സാമുവൽ താൻ പിടിയിലാകുമെന്ന്. കാരണം ഡൽഹിയിൽ സുഖവാസത്തിലായിരുന്നു അദ്ദേഹം. കേരളം ഉൾപ്പെടെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും സാമുവലിന്റെ ബിസിനസ് ശൃംഖല വ്യാപിച്ചിരുന്നു. അങ്ങനെ സാമുവൽ ഇന്ത്യയിൽ രാജാവായി വാഴുകയായിരുന്നു. ഒരു പോലീസും ഒരു നിയമവും തന്നെ തൊടില്ല എന്നായിരുന്നു വർഷങ്ങളായി സാമുവലിന്റെ ആത്മവിശ്വാസം. എന്നാൽ ആ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിലായിരുന്നു കേരളത്തിൽ പത്തനംതിട്ടയിലെ പന്തളം പോലീസിന്റെ പ്രവൃത്തി. അങ്ങനെ സാമുവൽ എന്ന വമ്പൻ സ്രാവം വീണു പന്തളം പോലീസിന്റെ വലയിൽ. ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പോയ ആ 3 ലക്ഷം അവസാനം വിനയായി. ഡീസൽ ടാങ്കിലെ MDMA തുടങ്ങിയ കേസ് ചെന്നെത്തിയത് ഡൽഹിയിലെ വമ്പൻ സ്രാവിലേക്ക്. ഹിമാചൽ പോലീസിനെ വെട്ടിച്ച നൈജീരിയ ലഹരി മാഫിയ തലവനെ അതിവിദഗ്ധമായി പൊക്കി പന്തളം പോലീസ്. നൈജീരിയൻ സ്വദേശിയായ ലഹരി മാഫിയ തലവൻ സാമുവൽ ക്ലെംസൺ ഒക്കാഫോർ ആണ് പന്തളം പോലീസിന്റെയും പത്തനംതിട്ട ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും സംയുക്ത നീക്കത്തിലൂടെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റിലായത്. കഴിഞ്ഞ മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പന്തളം വലിയ പാലത്തിന് സമീപം പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്നെത്തിയ കാർ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡീസൽ ടാങ്കിനകത്ത് ഒളിപ്പിച്ച നിലയിൽ 395 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. കാറിലുണ്ടായിരുന്ന പ്രതി മുഹമ്മദ് ഷാ, രണ്ടാം പ്രതി ഷംനാഥ് എന്നിവരെ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷാന്റെ ഭാര്യ ഷെബീനയും പ്രതിയായത്. ഒന്നാം പ്രതി മുഹമ്മദ് ഷായുടെ ഭാര്യ ഷെബീന ഖാൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് 3,12,000 രൂപ നൈജീരിയൻ സ്വദേശിയായ സാമുവൽ ക്ലെംസന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായി പോലീസ് കണ്ടെത്തി. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഷെബീന ഖാനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്രീയ അന്വേഷണത്തിലാണ് നൈജീരിയൻ സ്വദേശി പ്രതിസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. ഹിമാചൽ പ്രദേശിലും സാമുവലിനെതിരെ സമാനമായ മയക്കുമരുന്ന് കേസുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് പ്രതി ഡൽഹിയിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പന്തളം സബ് ഇൻസ്പെക്ടർ വിഷ്ണു UV, ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ മനീഷ് M എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഡൽഹിയിലെത്തിയത്. ജൂൺ 5-ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അതിവിദഗ്ധമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നർക്കോട്ടിക്സ് DYSP പ്രകാശ് KS, അടൂർ DYSP പ്രദീപ് കുമാർ VS, പന്തളം ഇൻസ്പെക്ടർ സജീഷ് കുമാർ V എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നിർണായക ഓപ്പറേഷൻ. പോലീസിന്റെ അന്വേഷണ മികവ് പ്രശംസ അർഹിക്കുന്നതാണെന്ന് ജില്ലാ പോലീസ് മേധാവി ആനന്ദ് IPS പറഞ്ഞു. ഡൽഹി പോലീസിന്റെയും നാർക്കോട്ടിക്സ് സെല്ലിന്റെയും സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് വിമാനത്തിലാണ് പ്രതിയെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. പ്രതിയെ പന്തളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ലഹരി കടത്ത് സംഘത്തിലെ മറ്റ് കണ്ണികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഓപ്പറേഷൻ തുഫാനിൽ ശ്രദ്ധേയമായ അന്വേഷണമായി കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പന്തളം കേസ് പരാമർശിച്ചിരുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.